ഇവിടെ ആരാ ടേസ്റ്റ് നോക്കുന്നേ? ഇതിനകത്ത് കപ്പയുണ്ട്. അത് ചിക്കൻ അല്ലല്ലോ, ചിക്കൻ മിക്സ് ആണല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ് കേട്ടോ. റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വൈകിട്ടൊരു 6:15 ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് വേണം നമ്മുടെ കുക്കിംഗ് പരിപാടികളിലേക്ക് പോകാനായിട്ട്. പിന്നെ ഇവിടെ തണുപ്പ് കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്തുവിന് ജലദോഷവും ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. 2 ദിവസമായി അവൾ സ്കൂളിലും പോയിട്ട്. അപ്പോൾ ചെറിയ വാശിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എന്നും അവൾക്കൊരു പിണക്കം ഉള്ളതാണ്. അവൾക്ക് സാമ്പ്രാണി കത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് കത്തിച്ച് തരാമെന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങി പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തന്നെത്താൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നാമജപം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഒരു 6:45 7 മണി ആ ഒരു ടൈമായി ഞാൻ കിച്ചണിൽ വന്നപ്പോഴത്തേക്കും. ഞാൻ രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ ഇടയ്ക്ക് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ മാത്രമേ കിച്ചണിൽ കയറാറുള്ളൂ. അത് കഴിഞ്ഞ് സ്നാക്സ് എന്തെങ്കിലും പാത്രം ഉണ്ടാക്കണമെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതുണ്ടാക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഡിന്നർ ഉണ്ടാക്കാനാട്ടോ നമ്മൾ മെയിനായിട്ടും കിച്ചണിൽ നിൽക്കാറുള്ളത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കപ്പ ഇറച്ചി ബിരിയാണി. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു കപ്പ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന്. ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 കിലോ. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ലാസ്റ്റ് നമ്മൾ പിന്നെയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇറച്ചി വേവിക്കുമ്പോൾ എല്ലാവരും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ വേവിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് നമ്മുടെ ഓരോ കുക്കറിനനുസരിച്ചിട്ടും ഇറച്ചിയുടെ വേവ് വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 9 വിസിലൊക്കെ അടുപ്പിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് കുക്കായി കിട്ടിയത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 9 വിസിൽ. അപ്പോൾ 9 വിസിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെനിക്ക് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റും എത്ര വിസിലാണ് ഈ കുക്കറിൽ വേവുന്നതെന്നുള്ളത്. ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ചിട്ട് അത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയെക്കൂട്ടാണ് കേട്ടോ ഇത്. അതിൽ നിന്ന് ഞാൻ 2 കഷ്ണം കപ്പ എടുത്തിട്ട് ഇന്ന് ഇത് വെച്ചിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് കൊത്തിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരിക്കുകയാണ്. പാത്തുവിനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഞാൻ ഒരു സിനിമ കണ്ടു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ സിനിമകൾ കണ്ടിട്ടേ ഇല്ല, തിയേറ്ററിൽ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവസാനം തിയേറ്ററിൽ പോയി ജയ 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 ഹേ കണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പം ഈ ഒരു സിനിമ കണ്ടതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ടത് നല്ലൊരു ഫിലിം തന്നെയായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളെ എനിക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് കഴിഞ്ഞെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ജീവിതത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കിട്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അതേ അവസ്ഥയിൽ കൂടെ തന്നെ കടന്നു പോകുന്ന അങ്ങേയറ്റം ടോക്സിക് മനുഷ്യർക്കൊപ്പം ജീവിച്ച് തീർക്കുന്ന എല്ലാ സ്ത്രീകളും ഈ ഒരു പടം കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം കേട്ടോ. ഇത് കണ്ടാൽ മാറ്റം വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എങ്കിലും അവരെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് കൊണ്ടാൽ അത് മതി. നീ കൊടുത്തിട്ട് വേണോ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടാനെന്ന് മഞ്ജുപിള്ള സിനിമയിൽ ചോദിക്കുന്നുണ്ട്. വെറുതെ ചിരിച്ചു തള്ളേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്. പെണ്ണായതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട്ടിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കേണ്ട വിഷയങ്ങൾ ഈ ഒരു സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പെണ്ണെന്നും ഒരു അടിമയെ പോലെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് ഒത്ത് ജീവിച്ചു പോകുന്നവളായിരിക്കണമെന്ന ആ ഒരു രീതിയൊക്കെ കുറേയേറെ മാറി വരുന്നതിന് തെളിവാണ് തിയേറ്ററിൽ ജയയ്ക്ക് കിട്ടുന്ന ആ ഒരു കയ്യടി. എന്നാൽ ഇനിയും ഞാൻ നന്നാവാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് രാജേഷിനെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. ഒരു പെണ്ണിന്റെ ജീവിത സ്വപ്നങ്ങളെ വകവെക്കാതെ 4 ചുമരുകൾക്കുള്ളിൽ അവളെ തളച്ചിടാൻ ശ്രമിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഭർത്താക്കന്മാർക്കും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഈ സിനിമ ഒരു പാഠമാണ്. ഈ സിനിമ പോലെ യഥാർത്ഥ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ ജയമാർക്കും സാധിക്കട്ടെ. അപ്പോൾ ഈ സിനിമ കാണാത്തവരെ എത്രയും വേഗം തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് തന്നെ സിനിമ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ സിനിമയിലെ ഈ ഒരു കോണ്ടന്റ് വെച്ചിട്ട് ഒരുപാട് സിനിമകൾ ഇതിന് മുന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ജനസ്വീകാര്യത എന്ന് പറയുന്നത് ജനങ്ങളിലെ ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് അതിലെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പറയാനായിട്ടുണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് കൊത്തി ഞുറുക്കി അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ വെള്ളം വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഉരുളി വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-20 കൊച്ചുള്ളി ഞാൻ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതൊന്ന് വാടി വരണം. ഒരു 2 മിനിറ്റ് കൊച്ചുള്ളി ഒന്ന് വാടി വരട്ടെ. അത് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 2 ചെറിയ സവോളയായിരുന്നു അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൊച്ചുള്ളിയും സവോളയും കൂടെ വാടി വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കപ്പ ബിരിയാണിക്ക് കുറച്ച് എരിവുള്ളതാണ് നല്ലത്, പക്ഷേ പാത്തൂനും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവിടുന്നില്ല. ഒന്നാമത് അവൾക്ക് ജലദോഷമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിന് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കപ്പയിൽ നമ്മൾ ഉപ്പിട്ട് വേവിക്കും, അതുപോലെ ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപ്പിടാനായിട്ട് കേട്ടോ. അപ്പോൾ കപ്പയാണെങ്കിലും നമ്മളൊന്ന് ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവില്ല. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ എല്ലാ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരേ സമയം ഞാൻ മസാലയും റെഡിയാക്കുന്നുണ്ട്, കപ്പയും വേവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കപ്പ കുക്കറിൽ വേവിക്കുന്നതായിരുന്നു ബെറ്റർ എന്ന്. ഇതിപ്പോൾ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലായിരുന്നെങ്കിൽ ഒറ്റ വിസിലിൽ പെട്ടെന്ന് വെന്ത് കിട്ടിയേനെ. അപ്പം ഞാൻ കുറച്ചൊന്ന് വേവായി തുടങ്ങിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ സവോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീറ്റ് മസാല 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് വെന്തോന്ന് അറിയാനായിട്ട്. നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴച്ചൊക്കെ എടുക്കേണ്ടതല്ലേ. അപ്പോൾ നല്ലപോലെ വെന്തില്ലെങ്കിൽ ശരിയാകത്തില്ല, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ, നല്ലപോലെ വെന്താൽ. അപ്പോൾ ഇതെന്തായാലും വെന്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവിയോട് കൂടി തന്നെ ഞാൻ ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അത് അവിടെ ഇരുന്ന് ഒന്ന് കുക്കാകട്ടെ. 2-3 മിനിറ്റ് അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയത്ത് ഞാൻ അത് വേവിച്ചിട്ടുണ്ടായിരുന്ന കുക്കറും ബാക്കി പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ കഴുകുകയാണെങ്കിൽ കുക്കിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും വലിയൊരു പണി നമുക്ക് വരത്തില്ല. അപ്പോഴേക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ അപ്പോൾ ഉള്ള പാത്രം
പാത്രങ്ങൾ അന്നേരം തന്നെ അങ്ങ് കഴുകി സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. ഞാൻ ഈ പാത്രം കഴുകുന്ന സമയം കൊണ്ട് നമ്മുടെ ഇറച്ചിയൊക്കെ മസാലയായിട്ട് യോജിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ടായിരുന്നു കുക്ക് ചെയ്തത്. ആ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇവിടെ ആരാ ടേസ്റ്റ് നോക്കുന്നേ? എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് നോക്കുന്ന ആരാ? ഇനി തരാലോ. കപ്പയും കൂടെ ആക്കിയിട്ട് വന്നാ മതിയോ? തരാലോ, എന്റെ മോന് തരാലോ. ഫേവറേറ്റാ? ഓ അത് ശരി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ പോട്ടെ. നമ്മൾ ഇതിലേക്ക് തേങ്ങ വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പം ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുകയല്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോഴേക്കും ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിനുവിൻ്റെ അടുത്ത് പാത്തു ചെന്ന് നിന്ന് പറയണം, അമ്മ ബിരിയാണി ഉണ്ടാക്കുകയാണ്, അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്കെന്നൊക്കെയാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. തീയലിൻ്റെ അത്ര ആയില്ലെങ്കിലും ഈ ഒരു പരുവം വരെ നിങ്ങൾ വറുത്തെടുക്കണം. കൈ വിടാതെ വറുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ കപ്പ അവസാനം അതങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതൊന്ന് വെള്ളം ഊറ്റി ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പം വെള്ളം വാലാനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഞാനൊന്ന് കുത്തി ഉടച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കപ്പ വേകാൻ ഒരുപാട് സമയം എടുത്തെന്ന്. കുക്കറിലായിരുന്നെ പെട്ടെന്ന് വെന്തേനെ. അപ്പം ഞാൻ കപ്പയൊന്ന് കുത്തി ഉടച്ച് തവി കൊണ്ട് കുത്തി ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ ഉടച്ചെടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇറച്ചിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടത്, കപ്പ വേവാൻ താമസിച്ചതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് നമ്മൾ കുത്തി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവി വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിപ്പോവും നമ്മുടെ ബിരിയാണി. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ കപ്പ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങയും കറിവേപ്പിലയും കൂടെ വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ലപോലെ ആവിയൊക്കെ കയറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കപ്പയൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുമായിട്ട് ആ ഒരു ഇറച്ചിയുടെ മസാലയും ഒക്കെ ആയിട്ട് യോജിച്ച് വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പം ഈ കപ്പ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കൊതി വരും, എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും പറയണം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേവിയോട് കൂടെ തന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുക. ഇനിയിപ്പോൾ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും എന്നൊക്കെ വിചാരിക്കുന്നവർ ഒന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കപ്പ സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ വേവിക്കാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിന് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഇറച്ചി ഒന്ന് വേവിക്കാനായിട്ടും വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരേ സമയം കൊണ്ട് എല്ലാം കുക്ക് ചെയ്ത് നമ്മുടെ പണികൾ തീർക്കാനായിട്ടും പറ്റും. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ടും പറ്റും. പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ, നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഈ കപ്പ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ കാപ്പി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. പാത്തുവിന് ഇഷ്ടപ്പെട്ടാ? എന്നാ കഴിക്ക്. ഇതിനകത്ത് കപ്പയുണ്ട്. ഉണ്ടെന്ന്. ഇത് കറിയല്ല, ഇതാണ് കപ്പ ബിരിയാണി. എന്തുവാ അത്? ചിക്കൻ അല്ലല്ലോ, ചിക്കൻ മിക്സ് ആണല്ലോ.
അങ്ങനെ നമ്മൾ 3 പേരും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പാത്തുവിൻ്റെ സംസാരം കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ചിരി വരുന്നത്. അവളുടെ മെയിനായിട്ടുള്ളൊരു ഡൗട്ടെന്ന് പറയുന്നത് കപ്പ എവിടെയെന്നാണ്. കപ്പ ഉണ്ടാക്കുന്ന അവൾ കണ്ടു, പക്ഷേ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന അവൾ കണ്ടില്ല. അപ്പോൾ കപ്പ എന്തിയെന്നാണ് അവൾ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് 3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പാത്തുവിനും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതുപോലെ കിച്ചൺ സിങ്കും കിച്ചൺ സ്ലാബ്, ടൈല്, നമ്മുടെ സ്റ്റൗവ്, അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടേ കിടക്കാറുള്ളൂ. ബാക്കി ഒരു പാത്രങ്ങളും കഴുകാൻ ഇടാറുമില്ല കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ കഴിച്ച ഡൈനിങ് ടേബിളും ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹാളിൽ നിരന്ന് കിടന്നിട്ടുണ്ടായിരുന്ന ടോയ്സൊക്കെ പാത്തു തിരിച്ചെടുത്ത് വെച്ചു. അപ്പം എല്ലാം പെട്ടെന്ന് ക്വിക്കായിട്ടൊരു ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാനായിട്ട് പറ്റും. എല്ലാം നിരന്ന് കിടക്കുകയും പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കഴുകാൻ കിടക്കുകയും ഒരു ക്ലീൻ അല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്